തുടക്കത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ ക്രോപ്പ് സർക്കിളുകൾക്ക് പിന്നിലും ഒരു പോലീസ് കേസ് ഉണ്ടായിരുന്നു. കാരണം ഇത് അടുത്തുനിന്ന് കാണുന്ന ആളുകൾക്കൊക്കെ തങ്ങളുടെ പാടം ആരോ നശിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടാണ് തോന്നാറ്. എന്നാൽ ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ രൂപം കാണുകയുള്ളൂ. സോ അടുത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് തങ്ങളുടെ പാടം ആരോ വെട്ടി നശിപ്പിക്കാൻ ശ്രമിച്ച പോലെ തന്നെയാണ് തോന്നുക. അതുകൊണ്ട് തന്നെ അവർ നേരെ ചെന്ന് പോലീസിൽ പരാതി നൽകും. എന്നാൽ പോലീസ് ഹെലികോപ്റ്ററായിട്ട് മറ്റും വരുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് നടന്നിട്ടുള്ള എല്ലാ ക്രോപ്പ് സർക്കിളുകൾക്കും ഇവരാദ്യം തന്നെ ഒരു ഡ്രോണോ അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററോ ഉപയോഗിച്ചിട്ട് ഇത് ക്രോപ്പ് സർക്കിളാണോ എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അതിന് പിന്നിൽ ഒരു കേസോ പരാതിയോ ആയിട്ട് പോകാറുള്ളൂ. സാധാരണ ക്രോപ്പ് സർക്കിളുകളെല്ലാം മാത്തമെറ്റിക്കൽ ഫ്രാക്ടൽസ് ആണ്. മാത്തമെറ്റിക്കൽ ഫ്രാക്ടൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈൻസിനെയാണ് നമ്മൾ മാത്തമെറ്റിക്കൽ ഫ്രാക്ടൽസ് എന്ന് പറയുന്നത്. അതായത് ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ട് ഒരു വലിയ ചിത്രം നിർമ്മിക്കുക. ഉദാഹരണത്തിന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ണാടി കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് കെലഡോസ്കോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? അതായത് കണ്ണാടിയുടെ നീളമുള്ള പീസുകൾ 3 വെച്ച് ഒരു ത്രികോണത്തിൽ ഒട്ടിച്ച് വെച്ച് അതിൻ്റെ ഒരറ്റം മറ്റൊരു ഗ്ലാസ്, അതായത് ഒരു ബ്ലറായിട്ടുള്ളൊരു ഗ്ലാസ് വെച്ച്, അപ്പുറം കാണാത്ത രീതിയിലുള്ള ഒരു ഗ്ലാസ് വെച്ച് അടച്ചിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ വളപ്പൊട്ടുകളിടും. ഈ വളക്കഷ്ണങ്ങളും അതേപോലെ തന്നെ കുപ്പിച്ചില്ലുകളും കളർ കുപ്പിച്ചില്ലുകളും ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ നോക്കും. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ കാണുന്ന ഒരുപാട് ടൈപ്പ് ഡിസൈൻസ് ഉണ്ടാവും. ഇതിനൊക്കെ നമ്മൾ മാത്തമെറ്റിക്കൽ ഫ്രാക്ടൽസ് എന്നാണ് പറയുന്നത്. അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരു പെന്നോ പേപ്പറോ തന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വരച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ. അങ്ങനെ ഒരു ഡിസൈൻ 300-400ഓളം മീറ്ററുകൾ വലുപ്പത്തിൽ ഒരു വലിയ പാടത്ത് കറ്റച്ചെരിച്ചും വെട്ടിയുമൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതാണോ എന്നുള്ളൊരു സംശയം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഇനി അഥവാ മനുഷ്യനല്ല എങ്കിൽ മറ്റാരായിരിക്കാം അതിൻ്റെ പിന്നിൽ?